ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു നീണ്ട ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാട്ടിലെത്തിയതിനു ശേഷമുള്ളൊരു കാര്യമായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇതിനു മുൻപ് കുറേ വ്ളോഗ്സ് എടുക്കണം എന്നൊക്കെ കരുതിയിട്ട് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മടിയായിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപേ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഷോർട്സിൻ്റെ സെക്ഷനിൽ പോയി നോക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നാട്ടിലെത്തിയതിനു ശേഷം നമ്മൾ ഓരോ ദിവസം ഓരോരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊന്നും വീഡിയോസൊന്നും എടുക്കാറൊന്നുമില്ല ഞാൻ. നമ്മൾ വീഡിയോസ് എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ പോകുന്ന ആ ഒരു സ്ഥലങ്ങൾ അല്ലെങ്കിൽ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മളത് മിസ് ചെയ്യും. നമുക്ക് വീഡിയോ എടുക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ വീഡിയോ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഇതൊട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു എൻ്റെ ചേട്ടൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു ട്രിപ്പ് പോലെ ആക്കാമെന്ന് കരുതിയിട്ടാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ട്രെയിനിൽ നമ്മൾ കുറ്റിപ്പുറത്തു നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും നല്ല തിരക്കായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ട്രെയിൻ യാത്ര. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും അങ്ങനെ ട്രെയിനിൽ കയറിയ ശീലമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു കോഴിക്കോട്ടേക്ക്. ദൂരം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. കുറ്റിപ്പുറത്തുനിന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ട്രെയിനിന് പോയിട്ട് നമ്മളൊരു 10 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴിക്കോട് എത്തിയത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയ ശേഷം ഏട്ടൻ വേറെ ഒരാവശ്യത്തിന് പോയി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഗോകുലം മോളിൽ പോകാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്നാണ് നമ്മുടെ തീരുമാനം നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് കരുതിയത്. ഹൈലൈറ്റ് മാളിൽ ഇപ്പോൾ ഭയങ്കര വലിയ ഫെസിലിറ്റി സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ മുൻപ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രയിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെത്തി. ഹൈലൈറ്റ് മാൾ ഇപ്പോൾ പഴയതുപോലെ ഒന്നല്ല, ഭയങ്കര വലിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫുഡ് കോർട്ടിലൊക്കെ ഭയങ്കര അടിപൊളി ഫുഡ് ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാളിൽ കയറിയിട്ട് മേലെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ മാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ വൈഗ നമ്മുടെ അബുദാബിയിലുള്ള അതേ പരിപാടി തന്നെ, ഓടി കളിക്കുക തന്നെയായിരുന്നു പരിപാടി. പ്രാവശ്യം അവളുടെ ചേച്ചിയും കൂടി ഉണ്ടാകുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ മേലുള്ള ഫുഡ് കോർട്ടിൽ പോയി. 2nd ഫ്ലോറിലായിരുന്നു. ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളുടെ കുറേ ഉണ്ട് കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, അന്നേരം തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ദോശ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ദോശ ട്രൈ ചെയ്ത് നോക്കി. സാധാരണ ഒരു ഗീ റോസ്റ്റ് പിന്നെ ഒരു പനീർ ചീസ് ദോശയായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ. വലിയ പ്രൈസായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. സാധാരണ മോളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആവാറുണ്ട്. പക്ഷേ ഇത് നോർമൽ റേറ്റാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്നാക്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, നാടൻ സ്നാക്സ് കിട്ടുന്നത്. അവിടുന്ന് കുറേ സ്നാക്സ്, എല്ലാതരം സ്നാക്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ എല്ലാം കുടിച്ച് നമ്മളവിടെ ഇരിക്കുക ചെയ്തേ. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളങ്ങനെ കിഡ്സിൻ്റെ പ്ലേ ഏരിയയ്ക്ക് പോവുക ചെയ്തത്. ഒരുപാടുണ്ട് ആ ഒരു ഏരിയയിൽ തന്നെ, ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് പ്ലേ ഏരിയ വരുന്നത്. അതിൽ നമ്മൾ ജമ്പിങ്ങിൻ്റെ സെക്ഷനൊക്കെ കയറി. അതിന് വേറെ എന്തോ ആണ് കേട്ടോ പേര് പറയുക. അതിൽ 300 രൂപയാണ് അതിൻ്റെ അരമണിക്കൂറിൻ്റെ ചാർജ്. 1 മണിക്കൂർ 400 രൂപയാണ്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ അപ്പൂര് മാത്രമായിട്ട് ചാടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവന് കൊടുത്തു. പിന്നെ പിള്ളേർക്ക് അതൊന്നും താല്പര്യമില്ലായിരുന്നില്ല. പിള്ളേർക്ക് ആകെ പേടിയായതുകൊണ്ട് പിന്നെ അവർക്ക് ചെറുതായിട്ടൊരു വണ്ടിയിലൊരു റൈഡ് പോലെ, അത് 100 രൂപയാണ് അതിൻ്റെ ഒരാൾക്ക് ചാർജ്. അങ്ങനെ അതൊക്കെ ചെയ്തു. നമ്മളങ്ങനെ അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ആ ഒരു ഫ്ലോറിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ. ഒരു 3D സിനിമേൻ്റെ ഇതുണ്ട്, പിന്നെ ഒരു ഹൊറർ ലാൻഡ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ പിള്ളേരെ കൊണ്ടൊന്നും അതിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കാണുക ചെയ്തത്. പിള്ളേർക്ക് 2 പേർക്കും അതൊക്കെ പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ
അതിലൊന്നും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മെയിനായിട്ട് ഇതുപോലത്തെ ഈ ജമ്പിങ് ഇതിൽ മാക്സിമം അപ്പോൾ മുതലാക്കിയിട്ടുണ്ട്. അതിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ട്. അതിൽ നമുക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ കൂടെ ഒരു പാരൻറ്റ് കയറാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കയറിയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു 2 റൗണ്ട് ഈ ഒരു മോളിൻ്റെ ഇതിൽ അടിക്കാനാണ് 100 രൂപ. ഇതെന്തായാലും അവർക്ക് 2 പേർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. വൈകിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മാളും അവിടെ സ്റ്റിയറിങ്ങിന് പിടിക്കുന്നൊന്നുമില്ല, വൈകു പിടിച്ച് തിരിച്ച് പിടിക്കുന്നത്. അതാണ് അവൾ മെല്ലെ മെല്ലെ പോകുന്നത്. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട്. ഇതെന്തായാലും അവർക്ക് 2 പേർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മാളിൽ നിന്ന് പിന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയി. നെസ്റ്റോയിൽ പോയിട്ട് വെറുതെ ഒന്ന് കാണാൻ പോയതാണ്. കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കോഴിക്കോട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് അല്ല, അതുകൊണ്ട് ട്രെയിനിലൊക്കെ. അപ്പോൾ ജസ്റ്റ് നെസ്റ്റോക്ക് ഒന്ന് കാണാം. പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് സ്നാക്സ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് നമ്മളങ്ങനെ നെസ്റ്റോന്ന് തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. കോഴിക്കോട്ടേക്ക് വരുന്ന തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കോഴിക്കോട് റഹ്മത്തിലെ ബിരിയാണി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ച സമയത്തുകൊണ്ട് തന്നെ ആ ഒരു 1 മണി 1:30 എങ്ങോട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. ഒരു 10-15 മിനിറ്റ് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് വിട്ടത്. ഇപ്പോൾ പുതിയ റഹ്മത്തിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള. പിന്നെ ബിരിയാണിയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ നല്ല ബിരിയാണീസ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഇതുപോലെ കോഴിക്കോട് തലശ്ശേരി ഭാഗത്തൊക്കെ ചെന്നാൽ തന്നെയാണ് ഇതുപോലത്തെ ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റൂ. ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തം കറങ്ങാൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ റെസ്റ്റിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. കാരണം നമ്മൾ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് ആണല്ലോ ഇങ്ങനെ ഒരു കറക്കമൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ മിഠായി തെരുവിക്ക് കൂടെ പോകാമെന്ന് കരുതി. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു മിഠായി തെരുവ്. അങ്ങനെ പിള്ളേരൊക്കെ നമ്മൾ എല്ലാവരും മുറുക്ക പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയാലോ എന്ന് എഴുതിയിട്ട് നമ്മളങ്ങനെ ഓരോ ഷോപ്സിലൊക്കെ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ചെരുപ്പ്, ഡ്രസ്സ് അങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങി എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. കുറേ വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയൊക്കെ അല്ല, ഇപ്പോൾ കുറേ വെറൈറ്റി ഡ്രസ്സ് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് മിഠായി തെരുവിൽ. പിന്നെ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്ക് കാരണം അധികം അങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അലുവയൊക്കെ വാങ്ങിക്കാൻ കയറി. അലുവേനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഫ്ലേവേഴ്സിൻ്റെ അലുവയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 1-2 ഫ്ലേവേഴ്സിൻ്റെയൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ മിഠായി തെരുവിൽ നിന്ന് കുട്ടികൾക്ക് ബീച്ചും കൂടെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോയി. അപ്പോഴൊന്നും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ബീച്ചിൽ അപ്പോഴേക്കും നമ്മളൊക്കെ ഏകദേശമൊക്കെ സൈഡായിരുന്നു. കുറേ നടന്ന് കുറേ ക്ഷീണിച്ച് ഒരുവിധമായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. നമ്മൾ എന്നിട്ട് ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ചെയ്തത്. കുറച്ച് നേരം പിള്ളേരൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു മിനി വ്ളോഗ് നമ്മളൊരു കോഴിക്കോട് ട്രിപ്പിൻ്റെ ആയിരുന്നു. അപ്പോൾ ഏകദേശം എൻ്റെ മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടയേർഡായിട്ട് നടന്നിട്ടും ഒരുപാട് സമയം ആയതായിരുന്നു. അങ്ങനെ നമ്മളിനി വൈകുന്നേരത്തെ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, എന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയും കൊണ്ട് വീണ്ടും വരാം. ബൈ.